കൂട്ടുകാരെ നമസ്കാരം, കസിംബായി ആണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഉമ്മച്ചിനെ കൊണ്ട് ആശുപത്രി പോവുകയാണ്. ഞങ്ങള് ഇരിട്ടിയിലുള്ള നമ്മുടെ ആന്റോ ഡോക്ടറെ കേട്ടോ കാണിക്കുന്നത്. ഇപ്പൊ കുറച്ചാളായിട്ട് ഡോക്ടറെ തന്നെ കാണിക്കുന്നത്. പണ്ട് സ്ഥിരമായിട്ട് ആന്റോ ഡോക്ടർ തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയിൽ ആന്റോ ഡോക്ടർ ഇരിട്ടിയിൽ നിന്ന് പോയതിനു ശേഷം ഞങ്ങൾക്ക് ഡോക്ടർ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. പിന്നെ ആരോ പറഞ്ഞു വീണ്ടും ആന്റോ ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ട്. ഇരിട്ടിയില് നമ്മുടെ അമല ഹോസ്പിറ്റലിൽ എടുത്തുള്ള റൂമിൽ ആന്റോ ഡോക്ടർ നോക്കുന്നുണ്ട് പറഞ്ഞു കേട്ടോ. ആന്റോ ഡോക്ടർ ഇപ്പം ജോലി ചെയ്യുന്നത് തളിപ്പറമ്പ് താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടം വരെ ഒന്നും നമുക്ക് പോകാൻ നടക്കില്ല. പക്ഷെ ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സ്വന്തം നാടായി ഇരിട്ടിയിലേക്ക് വന്നിട്ട് നമ്മുടെ പാവപ്പെട്ട എല്ലാ രോഗികളും ഡോക്ടർ നോക്കുന്നുണ്ട് കേട്ടോ. ഡോക്ടർ ഒന്ന് ബുക്ക് ചെയ്ത് കിട്ടാൻ വെച്ച് ബുദ്ധിമുട്ടാണ്. ബുക്ക് ചെയ്താൽ നമുക്ക് എന്തായാലും പിന്നെ സന്ധ്യ ആണെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ട് വരാൻ പറ്റുവേ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡോക്ടർ 1-ാം നമ്പർ ടോക്കൺ കിട്ടിയാണ് വേഗം കാണിച്ചിട്ട് വന്നു. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് 3 മണിക്കായിരുന്നു ചെല്ലാൻ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം 3 മണിക്കാണെങ്കിലും ഡോക്ടറെ കാണാൻ പറ്റിയത് ഞങ്ങൾക്ക് ഏകദേശം ഒരു 5-6 മണിയായിട്ടോ. ശരിക്കും പറഞ്ഞാല് നമ്മളെ ഇരിട്ടിക്കാരുടെ ഒരു എന്താ പറയാ ഒരു തണലാണ് ഡോക്ടർ എന്ന് എനിക്ക് പറയാൻ പറ്റും. ഞങ്ങൾക്ക് അങ്ങനെയാട്ടോ. ഉമ്മച്ചി പറയാ എനിക്ക് ഡോക്ടറെ കണ്ടാൽ തന്നെ എന്റെ പകുതി അസുഖം പോകുന്നു. ഡോക്ടറുടെ ചിരിയുണ്ട്, എന്താ ആയുഷുമ്മ വിശേഷമൊക്കെ, അസുഖമൊക്കെ കുറവുണ്ട്, അതൊക്കെ പോയിക്കോളും ആയുഷുമ്മ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിന്നിട്ട് ആവശ്യമായ ഗുളികൾ മാത്രം എഴുതി കൊടുത്തു. ഡോക്ടറെ അവിടെ വേന ഇവിടെ വേന ഒക്കെ ശരിയാവും ആയുഷുമ്മ എന്നുള്ള ഒരു ഉമ്മാനോടുള്ള പറച്ചിലുണ്ട്. അത് ഉമ്മാനോട് മാത്രമല്ല, പ്രായമുള്ള അമ്മമാരോടും അച്ഛന്മാരോടൊക്കെ വളരെ ലോഹിത്തോടു കൂടി എന്താ പറയുന്നത്, സ്വന്തം വീട്ടിലെ നമ്മളെ സ്വന്തം ഒരു മകനെ പോലെയാണ് അവര് ഈ പ്രായമായ അവരോടൊക്കെ ഡോക്ടർ പെരുമാറുന്ന എപ്പോഴും കണ്ടിട്ടുള്ളത്. പണ്ടൊരു ദിവസം ഇതുപോലെ തന്നെ ഉമ്മാനെ കൊണ്ട് സീരിയസ് ആയിട്ട് ഞങ്ങൾ രാത്രി ഒരു ദിവസം ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ തളർന്നിരിക്കുന്ന കണ്ടിട്ട് ഒരുപാട് ജനങ്ങളുണ്ട്. അത് ഞങ്ങൾ ഡോക്ടറെ എന്താ പറയാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചു ഇരിട്ടിയില്. അപ്പൊ ഡോക്ടർ ഉമ്മാനെ ഓടി വന്ന് പഠിച്ചപ്പോ പൾസ് നോക്കിയപ്പോ എന്നോട് പറഞ്ഞു, മോനെ നിങ്ങൾ ഇവിടുന്ന് വേറെ എവിടെയും പെട്ടെന്ന് ഉമ്മാനെ കൊണ്ടുപോകണം, ആംബുലൻസിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ എന്റെ ശരീരമൊക്കെ ആകെ വെട്ടി വിറത്ത് പേടിച്ച്. അപ്പൊ ഡോക്ടറെ മനസ്സിലായി. അപ്പൊ ഡോക്ടർ അത്രയും പേഷ്യൻസ് അവിടെ നിൽക്കുന്ന സമയത്തും ഇപ്പൊ പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു ആംബുലൻസ് ഡ്രൈവറെ വിളിച്ച് അയാളോട് കാര്യമായിട്ട് സംസാരിച്ച്. പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ എളാമയും പെങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ഭയങ്കര ബേജാറാണ്. അപ്പൊ അങ്ങനെ എളാമയും പെങ്ങളും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡോക്ടർ പിന്നെ ആംബുലൻസിൽ ഞങ്ങൾക്ക് വണ്ടി കയറ്റി തന്നു വിട്ടു. പിന്നെ ഞങ്ങള് നേരെ പോയത് എന്താ പറയാ പരിയാരം മെഡിക്കൽ കോളേജിലോട്ടായിരുന്നു. അപ്പൊ അന്ന് അതോടുകൂടി എനിക്ക് എന്താല്ല ഡോക്ടറുള്ള സ്നേഹം ഭയങ്കരമായി വർദ്ധിച്ചു. അപ്പൊ എന്തൊരു ആവശ്യം ഞങ്ങൾ ഓടി ചെല്ലുന്നത് നമ്മൾ ഡോക്ടറെ നമ്മുടെ അമല ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലാണ്. അത് നമ്മൾ സ്കൂളിലോട്ട് കയറി പോകുന്ന വഴിയില്ലേ അവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ ടോക്കൺ ബുക്ക് ചെയ്തിട്ട് പോയാൽ നമുക്ക് ഡോക്ടറെ വേഗം കണ്ടിട്ട് വരാൻ പറ്റും. എല്ലാ ദിവസവും ഉച്ച തിരിഞ്ഞ് ഡോക്ടർ നോക്കുന്നുണ്ട്. ഞായർ അവധിയായിരിക്കും കേട്ടോ. പുതിയ വീഡിയോ വിശേഷമായിട്ട് കാണാം. ബൈ.